ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ ഈ പെരിയാർ ടൈഗർ റിസർവിനെ കുറിച്ചിട്ട്. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ടൈഗർ റിസർവ്. ഇത് 1934 ഇതൊരു ഗെയിം റിസർവ് ആക്കിയത്. അത് ഗെയിം സാങ്ച്വറി ആയിരുന്നു ആക്ച്വലി പറഞ്ഞത്. അന്നത്തെ ആ കാലഘട്ടത്തിൽ നമുക്ക് ഇൻഡിപെൻഡൻസിന് മുമ്പ് ഇത് ട്രാവൻകൂർ കിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ. അവരുടെയൊക്കെയാണ് ഈ ലേക്ക് പാലസ് എന്നൊക്കെ പറയുന്നത്. ഇവിടുന്ന് ബോട്ടിൽ പോകാൻ പറ്റും. അവർ സമ്മറിൽ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലം അതാണ്. ഇത് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ലേക്ക്. ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നദിയാണ്. നമുക്ക് 2 നദികൾ ഇവിടെ ജോയിൻ്റ് ആകുന്നുണ്ട്, മുല്ലയാറും പെരിയാറും. പോഷക നദിയാണ് പെരിയാറിൻ്റെ പോഷക നദിയാണ് മുല്ലയാറ്. അതുകൊണ്ട് തന്നെ ഇതിന് പെരിയാർ എന്നാണ് ഇതിൻ്റെ ഈ തടാകത്തിൻ്റെ പേര്. ഇത് റിസർവെയർ ടോട്ടൽ 26 സ്ക്വയർ കിലോമീറ്റർ ഉള്ളതാണ് ഈ റിസർവ്. ഇതിൽ മെയിൻ പർപ്പസ് അടുത്ത ഒരു സംസ്ഥാനത്തിന് കുടിവെള്ളം, കാർഷിക വൈദ്യുതി അതിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ഡാം ഇവിടെ പണിത്. ആക്ച്വലി ഇതൊരു ഡാം റിസർവ്. ഇതിൽ നിറയെ മീനുകളുണ്ട്, 40 തരത്തിലുള്ള മീൻ. ഈ മീനുകളെല്ലാം പിടിക്കാനുള്ള പെർമിഷൻ ട്രൈബൽസിന് മാത്രമേ ഉള്ളൂ. ട്രൈബൽസ് പക്ഷേ അവർ ജസ്റ്റ് ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഇതിൻ്റെ അകത്ത് ഒന്ന് സ്റ്റേ ചെയ്യാറുണ്ട്. ഇത് 1978 മുമ്പ് ഈ ട്രൈബൽസ് എല്ലാം ഇതിൻ്റെ അകത്തായിരുന്നു. 1978 ഇതൊരു റിസർവ്, ടൈഗർ റിസർവ് ആക്കി ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ട്രൈബൽസിനെ എല്ലാം പുറത്തു കൊണ്ടുപോകും. പക്ഷേ ഇപ്പോഴും അവരുടെ ഉപജീവന മാർഗമായ മീൻ പിടിക്കാനും തേനെടുക്കാനും ഉള്ളതൊക്കെ ഇപ്പോഴും അവർക്ക് പെർമിഷൻ നൽകുന്നുണ്ട്. അവർക്ക് മാത്രമേ ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റൂ. അവർക്ക് പ്രത്യേക പാസൊന്നും വേണം, അവർക്കെപ്പോൾ വേണമെങ്കിലും വരാം. എന്നാൽ അവരുടെ മീൻ അല്ലെങ്കിൽ തേനൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവർ പുറത്താണ് സത്യത്തിൽ താമസിക്കുന്നത്. ആക്ച്വലി ഈ കാടോട് ചേർന്ന് ചിലർ ഡേ ടൈമിൽ വരും, ചിലർ ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യും. നമുക്കിതൊരു ഈ ടൈഗർ റിസർവ് ഒരു ലാർജസ്റ്റ് ഏരിയയാണ്. ടോട്ടലി 925 സ്ക്വയർ കിലോമീറ്റർ. ഈ 925 സ്ക്വയർ കിലോമീറ്ററിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് എന്ന് പറയുമ്പോൾ ഇതൊരു സോണാക്കി വെച്ചിട്ടുണ്ട്, കോർ സോണും ബഫർ സോണും. ഈ ബഫർ സോണിലാണ് ഈ ടൂറിസം, പിന്നെ തീർത്ഥാടന ടൂറിസം, പിന്നെ ഈ വില്ലേജ് എന്ന് പറയുമ്പോൾ ട്രൈബൽസ് അവരുടെ ഉപജീവനമാർഗമായ തേനും ഫിഷിങ്ങിനുള്ള പെർമിഷൻ ഇതൊക്കെ നൽകിയിരിക്കുന്നത് ഈ ബഫർ സോണിൻ്റെ അകത്താണ്. ഈ കോർ സോൺ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഏരിയ കോർ സോണ് 881 സ്ക്വയർ കിലോമീറ്റർ. ഈ 44 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് ബഫർ. ഈ ശബരിമല ടെമ്പിളൊക്കെ ഇതിൻ്റെ അകത്ത്, ഈ സത്യത്തിൽ അത് ഇരിക്കുന്നത് കോർ സോണിൽ. ആ കോറിനെ ബഫറാക്കി മാറ്റി. അതൊരു പിൽഗ്രിം ടൂറിസമാണ്, തീർത്ഥാടന ടൂറിസം. ആ ഗവൺമെൻറ്റിന് ഇൻകം വരുന്നതുകൊണ്ട് അത് ഒരു ടൂറിസം ഈ തീർത്ഥാടന ടൂറിസത്തിന് വേണ്ടി ബഫറാക്കി മാറ്റിയെന്നുള്ളൂ. ഇതൊക്കെ ഈ ബഫർ സോണിൽപ്പെട്ടത്. കോർ സോണിൽ ആർക്കും അനുവാദമില്ല, നമുക്ക് പോലും. കാരണം നമുക്കൊരു പ്രത്യേക പെർമിഷൻ ഇല്ലാതെ നമുക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല, ആർക്കും തന്നെ. എന്തെങ്കിലും കാരണം നമ്മുടെ ഈ സ്റ്റാഫുകൾക്ക്. പിന്നെ മറ്റുള്ള മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് അവിടെ ഒന്നുമില്ല. അവിടുത്തെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകൾ മാത്രം ആണ് അവരുടെ. അത് പണ്ട് ഇവിടെ പോച്ചേഴ്സ് അധികമായിട്ട് വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചന്ദനമുണ്ട്. ചന്ദന വേട്ടയ്ക്ക് മാത്രമല്ല, ആന വേട്ടയ്ക്ക് ആർക്കും അത് ഒത്തിരി വരും. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് എല്ലായിടത്തും ക്യാമ്പിംഗ് സ്റ്റേഷനുണ്ട്. ഈ സോണിൻ്റെ അകത്ത്, ഇത്രയും സോണിൻ്റെ അകത്ത് അവർക്ക് ഡേ പെട്രോളിങ് എപ്പോഴും ഉണ്ട്. അവർ ഒരു 10 ദിവസം കൂടുന്തോറും ഒരു ടീം മാറി അവരിങ്ങനെ എപ്പോഴും ആ ഡേ ടൈമിൽ അവിടെ എപ്പോഴും കാണും. ഇതും ഒരു ഓറിയൻ്റൽ പ്രൊട്ടക്ഷൻ പ്രോഗ്രാം ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ. മറ്റുള്ളവരെയും കൂടി ഇതിൽ ആഡ് ചെയ്യിപ്പിക്കും. ഗവൺമെൻറ്റിൻ്റെ ഇൻകം മാത്രമല്ല, ഇതൊരു പ്രൊട്ടക്ഷൻ്റെ ഒരു ഭാഗമുണ്ട്. ഇതിൽ നമുക്ക് 76 തരത്തിലുള്ള മാമൽസ് ഉണ്ട്.
76 ഈ നമ്മൾ 2 സ്പീഷീസിൽപ്പെട്ട ആനിമൽസിനെ മാത്രമാണ് നമ്മളിവിടെ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. അത് ഇൻക്ലൂഡ് ദ പ്രോജക്റ്റ് ഉള്ളതുകൊണ്ട് ടൈഗറിൻ്റെയും ഈ എലഫൻസിൻ്റെയും പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. അതിനുള്ള ഫണ്ടിങ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. വേൾഡ് ബാങ്കിലിരുന്നാലും സെൻട്രലിലിരുന്നാലും കൺസർവേഷൻ അതോറിറ്റിയിലിരുന്നാണെങ്കിലും എല്ലാം വരുന്നുണ്ട്. ഇവിടെ ഇത് അവർ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊരു ആവശ്യകത ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ 1960 മുമ്പ് നമ്മുടെ നാഷണൽ ആനിമൽ ലയൺസായി. അതിന് ശേഷമാണ് ഈ ടൈഗർ എൻഡേഞ്ചേർഡ് സ്പീഷീസിൻ്റെ ലിസ്റ്റിൽ വന്നു കൂടുതൽ വേട്ടയാടാൻ തുടങ്ങിയാണ്. അതിൽ ഈ പണ്ട് ഇതൊക്കെ ഒരു ഗെയിം സാഞ്ചുറിയുടെ ഒരു ഭാഗമായതുകൊണ്ട് പണ്ടത്തെ രാജാക്കന്മാരും മറ്റുള്ളവരും എല്ലാം ഹണ്ട് ചെയ്യുന്നുണ്ട്. രാജാക്കന്മാർ അവരുടെ പ്രൗഢിക്ക് വേണ്ടി. പക്ഷേ ഈ ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം അതൊരു വരുമാന മാർഗത്തിനായിട്ട് മറ്റുള്ളവർ വരുമാനം മാത്രമല്ല മെഡിസിനൽ പർപ്പസായിട്ട് അതിലേക്ക് ആൾക്കാർ മാറും. അതിനെ പിന്നെ പിടിക്കാനും കൊല്ലാനും തുടങ്ങി. അത് ഒരു നിയന്ത്രിക്കാൻ വേണ്ടിയാണ് 1970 അതിന് ശേഷം ഇവിടെ നമ്മൾ ടൈഗർ പ്രോജക്റ്റ് ഉണ്ട്. 1972 ആ കാലഘട്ടത്തിലാണ് ടൈഗർ പ്രോജക്റ്റ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇത് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവും ഇന്ത്യയിലെ 10ാമത്തെ ടൈഗർ റിസർവുമാണ് നമ്മുടെ ഈ പെരിയാർ ടൈഗർ. ഇവിടെ നമുക്ക് ഇന്ത്യയിലെ ഇപ്പോൾ 54 ടൈഗർ റിസർവുണ്ട് ഇന്ത്യയിൽ തന്നെ. ആ 54 എണ്ണത്തിലും ഒറ്റ സ്പീഷീസിലുള്ള ടൈഗറേ ഉള്ളൂ, ബംഗാൾ ടൈഗർ. ബംഗാൾ ടൈഗർ ആദ്യമായിട്ട് കണ്ടെത്തിയ സ്ഥലം, അതായത് കണ്ടെത്തിയെന്ന് പറയുമ്പോൾ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബംഗാൾ, വെസ്റ്റ് ബംഗാൾ. ആ കണ്ടു എന്ന വ്യക്തി അത് ഇവിടെ കണ്ടിരുന്നെങ്കിൽ ഇവിടുത്തെ പേര് അങ്ങ് ജോയിൻ ചെയ്തു പോവുകയാണ്. ഈ സ്പീഷീസിൽപ്പെട്ടൊക്കെ എല്ലാം ഈ ആ സ്ഥലങ്ങളിലുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പേര് വരുന്നത്. അത് സൈബീരിയൻ ടൈഗർ. ഇവിടെ മലബാർ കൂട്ടി കുറേ സ്പീഷീസ് ഇവിടെ വരുന്നുണ്ട്. ബേച്ചുകളാണേലും മലബാർ ജാൻസ്കുരൽ, ഇത് മലയണ്ണാനെന്ന് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷ്. മലബാർ കൂട്ടി പറയുന്നത് ഇവിടെ ആദ്യമായിട്ട് കണ്ടെത്തി. പണ്ട് ഇവിടുത്തെ കേരളം എന്നല്ല അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. മലബാർ ഒരു കോസ്റ്റ് ആയതുകൊണ്ട് ഇവർ മലബാർ എന്നാണ് ആൾക്കാർ. അതറിയാൻ വേണ്ടിയാണ് അത് ആദ്യം ഇവിടെ കണ്ടെത്തിയതുകൊണ്ട്, അല്ലാതെ ഒരാളുടെ പേര് അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. അതിന് ട്രീസുകൾക്ക് മാത്രമാണ് സയൻറ്റിഫിക്കായിട്ട് അങ്ങനത്തെ ട്രീസും പ്ലാന്റ്സും അതങ്ങനത്തെ ഈ ഒരു കണ്ടെത്തുന്ന വ്യക്തിയുടെ പേര് അതിൽ കാണും. അത് സയൻറ്റിഫിക്കായിട്ട് നോക്കുവാണെങ്കിൽ മാത്രമേ കാണൂ. പക്ഷെ ഈ സ്പീഷീസിൽപ്പെട്ട ആനിമൽസ് അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റുള്ള ഏതൊരു സ്പീഷീസിൽപ്പെട്ട ആണെങ്കിലും അതിൽ ആ സ്ഥലത്തിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നെ ഈ ടൈഗേഴ്സിൻ്റെ ഒരു നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 30 എണ്ണമുണ്ട്. അതാണ് റെക്കോർഡിക്കലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ടൈഗർ എന്ന് പറയുന്ന ഒരു ടെറിട്ടോറിയൽ സ്പീഷീസ്. അവർക്കൊരു പ്രത്യേക ഒരു സ്ഥലപരിമിതിയുണ്ട്. ആ സ്ഥലപരിധി പുറത്ത് വിട്ട് അവർ പോവുക. അതിന് നമ്മൾ കാരണം അവരുടെ അതിൻ്റെ അകത്തുള്ള ഫുഡ് മാത്രമേ അവർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവർ കഴിക്കുകയുള്ളൂ. ഒരാളുടെ നമുക്ക് ഇവിടെ 30 ടൈഗർ ഉണ്ട്. ആ 30 ടൈഗറിൽ അവർക്ക് ഓരോരോ ടെറിട്ടറി. ആ ടെറിട്ടറി വിട്ട് പോയി കഴിഞ്ഞാൽ ആ ടെറിട്ടറിയിലുള്ള ആളുമായിട്ട് ചിലപ്പം ഫൈറ്റ് ചെയ്യേണ്ടി